ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള 2 റംബൂട്ടാൻ ചെടികളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ റംബൂട്ടാൻ ചെടി. ഇത് നമുക്ക് നിറയെ ഈ പ്രാവശ്യവും കായ്ച്ചിട്ടുണ്ട്. ഇതിന്ന് കുറച്ചൊക്കെ നമ്മൾ പറിച്ചു. അത് നല്ല മധുരമുള്ള ഒരു സൈസ് റംബൂട്ടാനാണ്. ഇത് നമുക്ക് ഒരാൾ കഴിക്കാൻ കൊണ്ടു തന്ന റംബൂട്ടാൻ്റെ കുരു ഇട്ട് നമ്മൾ കിളിപ്പിച്ചതാണ്. ഇത് ഏകദേശം ഒരു 4 വർഷമായ റംബൂട്ടാൻ ചെടിയാണ്. നമ്മുടെ മുറ്റത്ത് കുഴിച്ചു വെച്ച് ഇതിങ്ങനെ വളർന്നു വന്നതാണ്. 4 വർഷം ആയി. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിതിൽ ചെറിയ ചെറിയ കായകൾ ഉണ്ടാകാൻ തുടങ്ങി. 3-ാം വർഷം തൊട്ട് നിറയെ കാ പിടിക്കാൻ തുടങ്ങി. ഇത് നല്ല മധുരമുള്ള ഒരു മോഡൽ റംബൂട്ടാനാണ്. പക്ഷെ ഇതിൻ്റെ ഏത് ഇനമാണെന്ന് നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു കാ പൊട്ടിച്ച് ഞാൻ കാണിക്കാം. ഇത് ഏത് ഇനമാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ആ റംബൂട്ടാൻ്റെ അവസ്ഥ. ഇതുപോലെ ഫ്ലഷ് നല്ലോണം പൊളിഞ്ഞു പോരും. പക്ഷേ ഇതിനൊരു ചെറിയ പുളിപ്പും നല്ലൊരു മധുരവും കൂടെ കൂടിയ ഒരു ടേസ്റ്റുള്ള റംബൂട്ടാനാണ്. ഇത് നമ്മുടെ 2ാമത്തെ റംബൂട്ടാൻ ചെടിയാണ്. ഇതും നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുരു ഇട്ട് കിളിപ്പിച്ച ഒരു ചെടിയാണ്. ഇതിലും 2 വർഷമായിട്ട് നിറയെ കായുണ്ട്. കുറേ കായെല്ലാം ഇതിൽ നിന്ന് നമ്മൾ പറിച്ചു. ഇത് നമുക്ക് കുരുവിൽ നിന്ന് ഫ്ലഷ് വേർതിരിച്ചെടുക്കാൻ പറ്റിയ ഒരു മോഡൽ റംബൂട്ടാനാണ്. ഇത് നല്ല മധുരമാണ്. അതുപോലെ ചെറിയ കുരുവാണ് ഇതിനകത്തെ. ഇതിൻ്റെ ഒരു കായ എടുത്ത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇത് ഏതിനം റംബൂട്ടാനാണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക. ഇതും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കുറച്ചുകൂടെ വലിയ റംബൂട്ടാനാണ്. ഇതിനകത്ത് നല്ല ഫ്ലഷ് ഉണ്ട്. അതുപോലെ ചെറിയ കുരുവാണ്. ഇത് നമുക്ക് നടത്തിയെടുക്കാം. ഇതിന് നല്ല മധുരമാണ്. ഇത് നമുക്ക് ഇതുപോലെ ഫ്ലഷ് വേർതിരിച്ചെടുക്കാവുന്ന ഒരു റംബൂട്ടാനാണ്. നമ്മുടെ കരിക്കൊക്കെ എടുക്കുന്ന പോലെ ഫ്ലഷ് വേർതിരിച്ചെടുക്കാം. അതുപോലെ ഇതിൻ്റെ ചെറിയ കുരുവാണ്. ഇതേത് ഇനം റംബൂട്ടാനാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.